ഇസ്രയേൽ പരിപൂർണമായി ഗാസ സിറ്റിയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ഒടുവിൽ US പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇറാൻ ന്യൂക്ലിയർ ഡീലിന് വേണ്ടി അമേരിക്കയുമായി സന്ധി സംഭാഷണത്തിന് ഔദ്യോഗികമായി സമ്മതിക്കുകയാണ്. ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് റാസ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറാൻ അനുകൂലമായ സാഹചര്യമാണ് എന്ന് കരുതുമ്പോൾ US ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനർവിചിന്തനം നടത്തും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിന്മേലുള്ള ചർച്ച വിജയകരമാകും എന്ന പ്രതീക്ഷയാണ്. ഇരു രാജ്യങ്ങൾക്കും ദോഷകരമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധ പ്രയോഗത്തിന് വേണ്ടിയല്ല സമ്പുഷ്ടീകരണം നടത്തുന്നത്. അത് റഷ്യക്ക് പരിപൂർണമായി അറിയാവുന്നത് കൊണ്ടാണ് റഷ്യ US കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം ഇറാന്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയത്. നമുക്കറിയാം, ഇസ്രയേൽ ഇപ്പോൾ വീണ്ടും യുദ്ധഭീഷണി നേരിടുകയാണ്. കാരണം ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴും ഹൂതി വിമതരുടെ ചെറിയ തോതിലുള്ള ആക്രമണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസീവ് സിസ്റ്റത്തിന് അത് പ്രതികൂലമാകും എന്ന ഭയം അവർക്കുണ്ട്. ആരോ 3-ഉം ആരോ 4-ഉം അതുപോലെ തന്നെ ഇപ്പോഴത്തെ അയൺ ഡോം സജ്ജീകരണവും എല്ലാം അതിൻ്റെ ഭാഗമായാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള സാറ്റലൈറ്റ് സംവിധാനം ഏറെ ഗുണകരമാകുന്ന രീതിയിലേക്ക് ഇസ്രയേൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള തനതായിട്ടുള്ള അവരുടെ തന്നെ ഡിഫൻസീവ് സംവിധാനങ്ങൾ അത് പരിപൂർണമായ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രയേൽ വീണ്ടും അവർ തയ്യാറാവുകയാണ്. കാരണം അവർ മനസ്സിലാക്കുന്നു, ഏത് നിമിഷവും ഇറാൻ വീണ്ടും കടന്നാക്രമണം നടത്തിയേക്കാം. അതിന് കാരണമാകുന്നത് ഹൂതികൾക്കെതിരെയുള്ള ആക്രമണമാണ്. ഇത് ഇന്റർഡിപെൻഡൻ്റ് ആണ്. ഹൂതികളെ അനാവശ്യമായി ആക്രമിച്ചാൽ, പ്രത്യേകിച്ചും ഹൂതിയുടെ പ്രഭവ കേന്ദ്രങ്ങൾ മുഴുവൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. യമന്റെ തലസ്ഥാനമായ സനയിലേക്കുള്ള പുടുന്തനെയുള്ള മില്ലൽ ആക്രമണം ഇറാൻ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നതെന്നും ഇസ്രയേലിന് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഇറാൻ മറുപടി കൊടുക്കുന്നത് മിസൈലുകളുടെ രൂപത്തിലായിരിക്കും. സംസാരം കുറവാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു രീതിയിലും ഉഭയകക്ഷി ബന്ധമില്ല. ഇനി അത് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ US മാത്രമാണ് അവിടെ നെഗോഷിയേറ്റർ ആകുന്നത്. പക്ഷേ US ഒരു ചർച്ച ചെയ്യും മുമ്പ് തന്നെ റഷ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ US ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും. പ്രത്യേകിച്ചും US 2 കാര്യങ്ങളിലാണ് റഷ്യയെ പ്രകോപനം കൊള്ളിക്കുന്നത്. ഉക്രൈനുമായുള്ള വെടിനിർത്തലും അതുപോലെ തന്നെ ഇറാന് കൊടുക്കുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയവും. അത് പക്ഷേ ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ആ വിഷയവും വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള സഹകരണം വീണ്ടും വർദ്ധിപ്പിക്കാനാണ് സാധ്യത. നിലവിൽ റഷ്യയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇറാനുമായി എല്ലാ രീതിയിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയാണ് റഷ്യൻ ഭരണകൂടം.